Welcome to the second part of the video tutorial on the short story The Scholarship Jacket. The Scholarship Jacket എന്ന ഷോർട്ട് സ്റ്റോറിയുടെ വീഡിയോ ട്യൂട്ടോറിയൽ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. Let's begin from where we stopped in the last video. I knew I had to be honest with Grandpa. It was my only chance. എനിക്കറിയാമായിരുന്നു ഗ്രാൻഡ്പയോട് ഞാൻ ഓണസ്റ്റ് ആയിരിക്കണം, സത്യസന്ധത ഉള്ളവളായിരിക്കണം എന്ന്. അത് മാത്രമായിരുന്നു പണം കിട്ടാനുള്ള ഏക ചാൻസും. ഹി സോ മൈ ഷാഡോ ആൻഡ് ലുക്ക്ഡ് അപ്പ്. എൻ്റെ നിഴൽ കണ്ടുകൊണ്ട് ഗ്രാൻഡ്പ തല ഉയർത്തി നോക്കി. ഹി വെയിറ്റഡ് ഫോർ മീ ടു സ്പീക്ക്. ഞാൻ സംസാരിക്കുന്നതിന് വേണ്ടി ഗ്രാൻഡ്പ വെയിറ്റ് ചെയ്തു. ഐ ക്ലിയർഡ് മൈ ത്രോട്ട് നെർവസ്ലി. വളരെ അസ്വസ്ഥതയോടു കൂടി ഞാൻ എൻ്റെ ത്രോട്ട് ക്ലിയർ ചെയ്തു. സംസാരിക്കുന്നതിന് മുമ്പ് ശബ്ദം ഒന്ന് ക്ലിയർ ചെയ്തു. ആൻഡ് ക്ലാസ്പ്ഡ് മൈ ഹാൻഡ്സ് ബിഹൈൻഡ് മൈ ബാക്ക് സോ ഹി വുഡൻറ്റ് സീ ദം ഷേക്കിംഗ്. എൻ്റെ വിറക്കുന്ന കൈകൾ കാണാതിരിക്കുന്നതിന് വേണ്ടി എൻ്റെ കൈകൾ ഞാൻ എൻ്റെ പിറകു വശത്തേക്ക് കൂട്ടിപ്പിടിച്ചു. ക്ലാസ്പ്ഡ് മൈ ഹാൻഡ്സ് മീൻസ് കൈകൾ ഞാൻ കൂട്ടിപ്പിടിച്ചു എന്നർത്ഥം. എന്നിട്ട് ഞാൻ വിറയാർന്ന പേടിക്കുന്ന സ്വരത്തിൽ ഗ്രാൻഡ്പയോട് പറഞ്ഞു, ഗ്രാൻഡ്പ, ഐ ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു. ഐ സെഡ് ഇൻ സ്പാനിഷ്, ദി ഓൺലി ലാംഗ്വേജ് ഹി ന്യൂ. ഗ്രാൻഡ്പ, ഐ ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു. എനിക്ക് നിങ്ങളോട് വലിയൊരു ഉപകാരം, ഒരു സഹായം ആവശ്യപ്പെടാനുണ്ട്. ഞാൻ സ്പാനിഷ് ഭാഷയിലാണ് ഇത്രയും പറഞ്ഞത്, കാരണം ഗ്രാൻഡ്പക്ക് ആ ഭാഷ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഹി സ്റ്റിൽ വെയിറ്റഡ് സൈലന്റ്ലി. ഐ ട്രൈഡ് അഗൈൻ. ഇപ്പോഴും അദ്ദേഹം നിശബ്ദനായിട്ട് കാത്തിരിക്കുകയാണ്, ഒന്നും പറയുന്നില്ല. ഐ ട്രൈഡ് അഗൈൻ. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും എൻ്റെ സംഭാഷണം ഒന്നുകൂടെ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, ഗ്രാൻഡ്പ, ദിസ് ഇയർ ദ പ്രിൻസിപ്പൽ സെഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഫ്രീ. It is going to cost $15 and I have to take the money in tomorrow. Otherwise, it will be given to someone else. ഇത്രയും ഞാൻ പറഞ്ഞു. ഗ്രാൻഡ്പ, ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ ആയിരിക്കില്ല. പ്രിൻസിപ്പൽ പറഞ്ഞിരിക്കുന്നു. $15 അതിനടക്കേണ്ടതുണ്ട്. എനിക്ക് നാളെ തന്നെ ആ കാശ് കൊടുക്കുകയും വേണം. അല്ലാത്ത പക്ഷം അത് മറ്റാർക്കെങ്കിലും നൽകപ്പെടും. The last words came out in an eager rush. ഈ പറഞ്ഞതിൽ എൻ്റെ അവസാന വാക്കുകൾ, അല്ലാത്ത പക്ഷം മറ്റാർക്കെങ്കിലും അത് നൽകപ്പെടും എന്നുള്ള ആ വാക്കുകൾ കെയിം ഔട്ട് ഇൻ ആൻ ഈഗർ റഷ്. ഞാൻ അതൊരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല പറയാൻ. പക്ഷേ അതൊരു ആവേശത്തിൻ്റെ ആ കുതിപ്പിൽ അങ്ങ് പറഞ്ഞു പോയി. ഈഗർ റഷ്, ആവേശത്തിൻ്റെ ഒരു കുതിപ്പ്. ഗ്രാൻഡ്പ സ്ട്രൈറ്റൻഡ് അപ്പ് ടയർഡ്ലി. വളരെ ക്ഷീണത്തോടു കൂടി, വളരെ പ്രയാസത്തോടു കൂടി ഗ്രാൻഡ്പ ഒന്ന് നിവർന്നു നിന്നു. സ്ട്രൈറ്റൻഡ് അപ്പ് മീൻസ് നിവർന്നു നിന്നു. ആൻഡ് ലീനിങ് ഓർ ലീൻഡ് ഹിസ് ചിൻ ഓൺ ദ ഹാൻഡിൽ. ആ കൈക്കോട്ടിന്റെ പിടിയിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ താടിയെല്ലുകൾ അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് നിന്നു, ഒന്ന് ചായച്ചു വെച്ച് നിന്നു. ഹി ലുക്ക്ഡ് ഔട്ട് ഓവർ ദ ഫീൽഡ്. തൻ്റെ കൃഷിഭൂമിയുടെ മുകളിലൂടെ അദ്ദേഹത്തിന്റെ നോട്ടം ഒന്ന് ഇങ്ങനെ നോക്കി. ദാറ്റ് വാസ് ഫിൽഡ് വിത്ത് ടൈനി ഗ്രീൻ ബീൻ പ്ലാന്റ്സ്. ആ പറമ്പ് മുഴുവനും, ആ കൃഷിഭൂമി മുഴുവനും പച്ച നിറത്തിൽ ഇളം ബീൻ പ്ലാന്റുകൾ, പയർ ചെടികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. I waited desperately hoping he would say I could have the money. എനിക്ക് പണമാകാം, പണം നൽകാം എന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, ഗ്രാൻഡ്പ പറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വളരെയധികം പ്രയാസത്തോടെ കാത്തു നിന്നു. He turned to me and asked quietly. അവസാനം എൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് വളരെ പതുങ്ങിയ ശബ്ദത്തിൽ ഗ്രാൻഡ്പ ചോദിച്ചു, What does a scholarship jacket mean? ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗ്രാൻഡ്പ ചോദിച്ചു. ഐ ആൻസേർഡ് ക്വിക്ലി, മേ ബി ദർ വാസ് എ ചാൻസ്. ഒരുപക്ഷെ പണം കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കും എന്നുള്ളൊരൊറ്റ പ്രതീക്ഷയിൽ ഗ്രാൻഡ്പയുടെ ആ ചോദ്യത്തിന് ഞാൻ വളരെ പെട്ടെന്ന് ചാടിക്കയറി മറുപടി പറഞ്ഞു. ഇറ്റ് മീൻസ് യു ഹാവ് ഏൺഡ് ഇറ്റ് ബൈ ഹാവിംഗ് ദ ഹയസ്റ്റ് ഗ്രേഡ്സ് ഫോർ 8 years ആൻഡ് ദാറ്റ്സ് വൈ ദേ ആർ ഗിവിംഗ് ഇറ്റ് ടു യു. ഇത്രയും ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു. അതായത് കഴിഞ്ഞ 8 വർഷത്തോളം ഹയസ്റ്റ് ഗ്രേഡ് നിലനിർത്തിയതിൻ്റെ ഫലമായിട്ടാണ് അവർ നമുക്കത് തരാൻ പോകുന്നത്. ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് തരാൻ പോകുന്നത് കഴിഞ്ഞ 8 വർഷക്കാലം ഒരേ ലെവലിൽ ഹയസ്റ്റ് ഗ്രേഡ് നിലനിർത്തിയതിൻ്റെ ഫലമായിട്ട് ഒരു അനുമോദനം, ഒരു അവാർഡ് എന്നുള്ള നിലക്കാണ് അവരത് തരാൻ പോകുന്നത് എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. ടു ലേറ്റ് ഐ റിയലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈ വേർഡ്സ്.
എൻ്റെ വാക്കുകളുടെ പ്രാധാന്യം, അതിൻ്റെ അർത്ഥത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഞാൻ അല്പം വൈകിപ്പോയിരുന്നു. അതായത് ഇത് പണം കൊടുത്ത് വാങ്ങേണ്ടതല്ല, എൻ്റെ അധ്വാനത്തിന് എൻ്റെ യോഗ്യതയ്ക്കുള്ള ഒരു അവാർഡാണ് എന്നുള്ളൊരു ധ്വനി എൻ്റെ ആ മറുപടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് പറയുമ്പോൾ അപ്പോൾ എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നർത്ഥം. Grandpa knew that I understood it was not a matter of money. ഇത് പണം കൊടുത്ത് വാങ്ങേണ്ട പണത്തിൻ്റെ ഒരു കാര്യമായിരുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഗ്രാൻഡ്പക്കും മനസ്സിലായി. ഇറ്റ് വാസൻറ്റ് ദാറ്റ്, തീർച്ചയായിട്ടും അത് ഒരു പണത്തിൻ്റെ വിഷയമായിരുന്നില്ലതാണ്. He went back to hoeing the weeds that sprang up between the delicate little bean plants. ഗ്രാൻഡ്പ എന്നാൽ മറുപടി ഒന്നും പറയാതെ അദ്ദേഹം വൈൽഡ് പ്ലാന്റുകൾ, കള പറിക്കുന്ന ആ ജോലിയിലേക്ക് തന്നെ തിരിച്ചുപോയി. ഹോയിങ് ദ വീഡ്സ് എന്നോട് ഉദ്ദേശിക്കുന്ന വീഡ്, വൈൽഡ് പ്ലാന്റുകൾ, നമ്മുടെ വിളക്ക് ഇടയിൽ വളരുന്ന കള ചെടികൾ, അത് കൈക്കോട്ട് ഉപയോഗിച്ച് കൊത്തി പറിക്കുന്ന ആ ജോലിയിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചുപോയി. സ്പ്രാങ് അപ്പ് മീൻസ് വളർന്നു നിൽക്കുന്നു. ബിറ്റ്വീൻ ദ ഡെലിക്കേറ്റ് ലിറ്റിൽ ബീൻ പ്ലാന്റ്സ്, ചെറിയ പയർ ചെടികൾക്ക് ഇടയിൽ മുളച്ചു പൊങ്ങി നിൽക്കുന്ന, വളർന്നു നിൽക്കുന്ന വൈൽഡ് പ്ലാന്റുകൾ പറിക്കുന്ന ജോലിയിലേക്ക് തന്നെ ഗ്രാൻഡ്പ തിരിച്ചുപോയി. എൻ്റെ ഈ സംസാരത്തിനൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഇറ്റ് വാസ് എ ടൈം കൺസ്യൂമിങ് ജോബ്. ആ കള പറിക്കുക എന്നുള്ളത് സമയമെടുക്കുന്ന ഒരു ജോലിയായിരുന്നു, ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയായിരുന്നു. ടൈം കൺസ്യൂമിങ് മീൻസ് ഹാവിങ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം, ഒരുപാട് സമയം ചെലവഴിക്കേണ്ട ഒരു തൊഴിലായിരുന്നു അത്. സംടൈംസ് ദ സ്മോൾ ഷൂട്ട്സ് വെർ റൈറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ. കാരണം യഥാർത്ഥ ചെടിയുടെ ഇടവും വലവും ഒക്കെ ആയിട്ട് അനാവശ്യമായിട്ടുള്ള ഷൂട്ട്സ്, ചെറിയ ചെടികൾ അതും വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കള പറിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അബദ്ധവശാൽ വിളയും പറിച്ചു പോരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയായിരുന്നു അത്. ഫൈനലി ഹി സ്പോക്ക് അഗൈൻ ആസ് ഐ ടേൺഡ് ടു ലീവ് ക്രൈങ്. അവസാനം ഞാൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോൾ ഗ്രാൻഡ്പ വീണ്ടും സംസാരിച്ചു. ഇപ്പോൾ ഗ്രാൻഡ് പറയുന്ന ഇതാണ്: Then, if you pay for it, Martha, it is not a scholarship jacket, is it? മാർത്ത, നീ അതിന് പണം നൽകുകയാണെങ്കിൽ അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയപ്പെടുന്ന ഒന്നായിരിക്കില്ല, ആയിരിക്കുമോ? Tell your principal that I will not pay the $15. നീ നിന്റെ പ്രിൻസിപ്പലിനോട് പറയുക, ഞാൻ $15 തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഗ്രാൻഡ്പ ഒരു കർഷകൻ മാത്രമാണ്, അൺഎഡ്യൂക്കേറ്റഡ് ആണ്, ഇലിറ്ററേറ്റ് ആണ്. അദ്ദേഹത്തിന് സ്പാനിഷ് ഭാഷ മാത്രമേ അറിയുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണ കർഷകനായിരുന്ന അദ്ദേഹത്തിന് പക്ഷേ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യം, ഇഫ് യു പേ ഫോർ ഇറ്റ് മാർത്ത, ഇറ്റ് ഇസ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. നീ അതിന് പണം കൊടുക്കുകയാണെങ്കിൽ മാർത്ത, പിന്നീട് അതൊരിക്കലും അതൊരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളാണ് ഈ കഥയുടെ ഗതി തന്നെ മാറ്റിമറിച്ചത് എന്ന് നാം അറിയണം. I walked back to house and locked myself in the bathroom for a long time. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്ന് ബാത്റൂമിൽ കയറി വാതിലടച്ച് കുറേ നേരം കരഞ്ഞു. I was angry with grandfather, even though I knew he was right. ഞാൻ ഗ്രാൻഡ് ഫാദറിനോട് വളരെയധികം ദേഷ്യം പിടിച്ചു. എനിക്ക് ഗ്രാൻഡ് ഫാദറിനോട് ദേഷ്യം തോന്നി. ഗ്രാൻഡ് ഫാദർ പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിലും. And I was angry with the board, whoever they were. സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയോട്, പ്രിൻസിപ്പളിനോട്, മറ്റ് ബോർഡ് മെമ്പേഴ്സിനോട് എല്ലാം എനിക്ക് ശക്തമായ ദേഷ്യം തോന്നി, അവരെത്ര വലിയവരായിരുന്നാലും ശരി. Why did they have to change the rules just when it was my turn to win the jacket? ഇത്രയും കാലം ഫ്രീ ആയി കൊടുത്തിരുന്ന ആ ജാക്കറ്റ് എൻ്റെ ഊഴം വന്നപ്പോൾ, എൻ്റെ ടേൺ വന്നപ്പോൾ എന്തിനാണ് അവർ അതിന് $15 ഈടാക്കുന്നത്? ഇതായിരുന്നു എൻ്റെ ചോദ്യം. Those were the days of belief and innocence. എൻ്റെ പ്രായം, ആ 14 വയസ്സ് എന്നുള്ളത് അന്ന് നിഷ്കളങ്കമായ ചില ചിന്തകളുടെയും ചോദ്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയൊക്കെ ഒരു പ്രായമായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഗ്രാൻഡ്പയുടെ പക്ഷത്ത് ശരിയുണ്ടെങ്കിലും ഗ്രാൻഡ്പയോട് എനിക്ക് ദേഷ്യം തോന്നിയത് എന്നൊക്കെ ഇപ്പോൾ മാർത്ത പറയുന്നു. It was a very sad and withdrawn girl who dragged into the principal's office the next day. പിറ്റേ ദിവസം ഞാൻ പ്രിൻസിപ്പളുടെ ഓഫീസിലേക്ക് ചെന്നത്
ഞാൻ ഒരുപക്ഷെ വളരെ സാഡായിട്ട്, വിഡ്രോൺ, മാനസികമായിട്ട് ഒരു താല്പര്യവുമില്ലാത്ത, വളരെ അൺഹാപ്പി ആയിട്ട്, വളരെ സാഡായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഒരുവിധം വലിഞ്ഞു കയറുന്നത് പോലെ ഡ്രാഗഡ് ഇൻ ടു ദ പ്രിൻസിപ്പൽസ് ഓഫീസ്, പ്രിൻസിപ്പളുടെ ഓഫീസിലേക്ക് എന്നെ ആരെങ്കിലും വലിച്ച് ഇഴച്ച പോലെയാണ് ഞാൻ അവിടെ കയറി ചെന്നത്. ദിസ് ടൈം ഹി ഡിഡ് ലുക്ക് മീ ഇൻ ദി ഐസ്. ഈ പ്രാവശ്യം പ്രിൻസിപ്പൽ എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, വാട്ട് ഡിഡ് യുവർ ഗ്രാൻഡ് ഫാദർ സേ? എന്താണ് നിന്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞത് മാർത്ത? ഐ സാറ്റ് വെരി സ്ട്രെയിറ്റ് ഇൻ മൈ ചെയർ. ഞാൻ എൻ്റെ ഇരിപ്പിടത്തിൽ നിവർന്നിരുന്നു കൊണ്ട് ശക്തമായിട്ട് പറഞ്ഞു, ഹി സെഡ് ടു ടെൽ യു ഹി വോണ്ട് പേ ദ $15. എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം $15 അടയ്ക്കില്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കുകൾ വളരെ ശക്തമാണ്. അതുകൊണ്ടാണിത് ഇങ്ങനെ തന്നെ ഈ സെന്റൻസിന്റെ ഘടന വന്നിരിക്കുന്നത്. ഹി സെഡ് ടു ടെൽ യു, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയാൻ, ഹി വോണ്ട് പേ ദ $15. അദ്ദേഹം $15 അടയ്ക്കില്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. The principal muttered something I couldn't understand under his breath and walked over to the window. പ്രിൻസിപ്പൽ എന്തോ പെറുപിറുത്ത് സംസാരിച്ച് ജനലിനരികിലേക്ക് നീങ്ങി. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. മറ്റേഡ് മീൻസ് ടോക്ക്ഡ് ഇൻ എ ലോ വോയിസ്, പെറുപിറുത്ത് സംസാരിച്ചു എന്നർത്ഥം. ഹി സ്റ്റുഡ് ലുക്കിംഗ് അറ്റ് സംതിങ് ഔട്ട്സൈഡ്. അദ്ദേഹം പുറത്ത് എന്തോ കാര്യം നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. ഹി ലുക്ക്ഡ് ബിഗർ ദാൻ യൂഷ്വൽ വെൻ ഹി സ്റ്റുഡ് അപ്പ്. പ്രിൻസിപ്പൽ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന കാണുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ ഒരു വലിയ മനുഷ്യനായിട്ട് അദ്ദേഹം കാണപ്പെട്ടു. ഹി വാസ് എ ടോൾ ഗോണ്ട് മാൻ വിത്ത് ഗ്രേ ഹെയർ. ശരിക്കും അദ്ദേഹം നല്ല നീണ്ടു മെലിഞ്ഞ ചാരനിറത്തിലുള്ള തലമുടിയൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. ഗോണ്ട് മീൻസ് തിൻ, വളരെ മെലിഞ്ഞ എന്നർത്ഥം. ആൻഡ് ഐ വാച്ച്ഡ് ദ ബാക്ക് ഓഫ് ഹിസ് ഹെഡ് വൈൽ ഐ വെയിറ്റഡ് ഫോർ ഹിം ടു സ്പീക്ക്. അദ്ദേഹം സംസാരിക്കുന്നത് കാത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലയുടെ പിറകുവശത്തേക്ക് ഞാനിങ്ങനെ നോക്കി നിന്നു. വൈ, ഹി ഫൈനലി ആസ്ക്ഡ്, യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ദ മണി, ഹി ഓൺസ് എ 200-acre ranch. അവസാനം പ്രിൻസിപ്പൽ ചോദിച്ചു, വൈ, എന്തുകൊണ്ട്? യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ദ മണി, നിന്റെ ഗ്രാൻഡ് ഫാദർക്ക് പണമൊക്കെ ഉണ്ട്. ഹി ഓൺസ് 200-acre ranch, അദ്ദേഹത്തിന് 200 ഏക്കർ റാഞ്ച്, ഫാം ലാൻഡ്, കൃഷിഭൂമി, കന്നുകാലികളൊക്കെ മേയ്ക്കുന്ന ഭൂമി ഒക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം പണം തരുന്നില്ല? പ്രിൻസിപ്പൽ ചോദിച്ചു. ഐ ലുക്ക്ഡ് അറ്റ് ഹിം ഫോഴ്സിങ് മൈ ഐസ് ടു സ്റ്റേ ഡ്രൈ. എൻ്റെ കണ്ണുകൾ ഡ്രൈ ആക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ പ്രിൻസിപ്പലെ തന്നെ നോക്കി. കണ്ണുകൾ ഡ്രൈ ആക്കി നിർത്തുക എന്ന് വെച്ചാൽ കണ്ണുകൾ നനയാതിരിക്കാൻ, കരയാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ പ്രിൻസിപ്പലെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഐ നോ സർ, എനിക്കറിയാം, മൈ ഗ്രാൻഡ് ഫാദർ ഇസ് റിച്ച്, എൻ്റെ ഗ്രാൻഡ് ഫാദർ റിച്ച് ആണ്, ആൻഡ് ഹി ഹാസ് 200-acre ranch, അദ്ദേഹത്തിന് 200-acre ranch ഒക്കെ ഉണ്ട് എന്നൊക്കെ എനിക്കറിയാം. ബട്ട് ഹി സെഡ്, ഇഫ് ഐ ഹാഡ് ടു പേ ഫോർ ഇറ്റ് ദെൻ ഇറ്റ് വുഡൻറ്റ് ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. പക്ഷെ എൻ്റെ ഗ്രാൻഡ് പ പറഞ്ഞിട്ടുണ്ട്, ഇതിന് ഞാൻ പണം നൽകുകയാണെങ്കിൽ പിന്നെ ഇതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആയിരിക്കില്ല. ഇത്രയും ഞാൻ പ്രിൻസിപ്പളോട് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് ഐ സ്റ്റുഡ് അപ്പ് ടു ലീവ്. ആ ഓഫീസ് വിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റ ആ സന്ദർഭത്തിൽ തന്നെ ഞാൻ ഇത്രയും കൂടെ പറഞ്ഞു, ഐ ഗസ് യു വിൽ ജസ്റ്റ് ഹാവ് ടു ഗിവ് ഇറ്റ് ടു ജോആൻ. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് ജോആന് തന്നെ നൽകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞു. ഐ ഹാഡൻറ്റ് മീൻ ടു സേ ദാറ്റ്. സത്യത്തിൽ അത് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് ഹാഡ് ജസ്റ്റ് സ്ലിപ്ഡ് ഔട്ട്. അതിൻ്റെ വായിൽ നിന്നങ്ങ് പുറത്തേക്ക് വീണു പോയതാണ്. സ്ലിപ്പായിപ്പോയി, വഴുതിപ്പോയ എന്ന രൂപത്തിൽ ആ വാക്കുകൾ അങ്ങ് വീണു പോയതാണ്. ഐ വാസ് ഓൾമോസ്റ്റ് ദ ഡോർ വെൻ ഹി സ്റ്റോപ്ഡ് മീ. അങ്ങനെ ഞാൻ ഏകദേശം വാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് പ്രിൻസിപ്പൽ എന്നെ നിർത്തിയത്. മാർത്ത വെയിറ്റ്, മാർത്ത നിൽക്കൂ എന്ന രൂപത്തിൽ വാക്കുകൾ കൊണ്ട് എന്നെ അവിടെ നിർത്തി. ഐ ടേൺഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം വെയിറ്റിംഗ്. അതേ നിൽപ്പിൽ നിന്നുകൊണ്ട് പ്രിൻസിപ്പൽ എന്നോട് നിൽക്കൂ മാർത്ത എന്ന് പറഞ്ഞപ്പോൾ അതേ നിൽപ്പിൽ നിന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് അദ്ദേഹത്തെ നോക്കി. വാട്ട് ഡിഡ് ഹി വാണ്ട് നൗ? എന്തായിരിക്കും അദ്ദേഹത്തിന് ഇപ്പോൾ ആവശ്യം? എന്ത് കാര്യത്തിനാണ് എന്നോട് നിൽക്കാൻ പറഞ്ഞത്? എൻ്റെ മനസ്സിൽ ഞാൻ ചോദിച്ചു. ഐ കുഡ് ഫീൽ മൈ ഹാർട്ട് പൗണ്ടിങ് ലൗഡ്ലി ഇൻ മൈ ചെസ്റ്റ്. എൻ്റെ ഹൃദയം അടിക്കുന്നത് എൻ്റെ നെഞ്ചിൻ്റെ മുകളിലൂടെ എനിക്ക് കേൾക്കുന്ന ശബ്ദത്തിലായിരുന്നു. പൗണ്ടിങ് മീൻസ് ബീറ്റിംഗ്. എൻ്റെ ഹൃദയം അത്രയും ശക്തമായ ഉച്ചത്തിലാണ് മിടിക്കുന്നത് എന്നെനിക്ക് കേൾക്കുന്ന ശബ്ദത്തിലായിരുന്നു എന്നെനിക്ക് അനുഭവപ്പെട്ടു. സംതിങ് ബിറ്റർ ആൻഡ് വൈൽഡ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്. എൻ്റെ വായിൽ എന്തോ ഒരു കയ്പ് രസം
അതോടൊപ്പം തന്നെ വൈൽഡ് ടേസ്റ്റിംഗ്, ബാഡ് ടേസ്റ്റിംഗ്, അരുചികരമായിട്ടുള്ള എന്തോ ഒരു അനുഭവം എനിക്ക് എൻ്റെ വായിൽ ഒരു ദ്രവം പൊങ്ങി വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഐ വാസ് അഫ്രീഡ് ഐ വാസ് ഗോയിങ് ടു ബി സിക്ക്. ഞാനൊരു രോഗിയായി പോവുകയാണോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. ഐ ഡിഡിൻ നീഡ് എനി സിമ്പതി സ്പീച്ചസ്. ആരുടെയെങ്കിലും സിമ്പതി, ദയ, അനുകമ്പ കാണിക്കുന്ന ഒരു വാക്കുകളും കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഹി സൈഡ് ലൗഡ്ലി ആൻഡ് വെന്റ് ബാക്ക് ടു ഹിസ് ബിഗ് ഡെസ്ക്. പ്രിൻസിപ്പൽ ഉച്ചത്തിൽ തന്നെ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട്, ഗാഢമായി ഒന്ന് ശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മേശക്കരികിലേക്ക് നടന്നു നീങ്ങി. ഹി വാച്ച്ഡ് മീ ബൈറ്റിംഗ് ഹിസ് ലിപ്പ്. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം എന്നെ തന്നെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, വി വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്. ഐ വിൽ ടെൽ ദ ബോർഡ് യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. മാർത്ത, നിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു ഇളവ് നൽകാം. ഐ വിൽ ടെൽ ദ ബോർഡ്. ഞാൻ സ്കൂൾ ബോർഡിലോട്, അഥവാ സ്കൂൾ കമ്മിറ്റി ബോർഡ് മെമ്പേഴ്സിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്. നിനക്ക് തന്നെ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടും എന്നും അദ്ദേഹം പറഞ്ഞു. ഐ കുഡ് ഹാർഡ്ലി ബിലീവ് മൈ ഇയേഴ്സ്. ഈ സന്തോഷ വാർത്ത കേട്ട് എനിക്ക് എൻ്റെ കാതുകളെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ സെന്റൻസ് ഹാർഡ്ലി എന്നുള്ള നെഗറ്റീവ് വേർഡ് കൊണ്ടാണെന്നുള്ളത് ശ്രദ്ധിക്കുക. ഐ സ്പോക്ക് ഇൻ എ ട്രംബ്ലിംഗ് റഷ്. വിറയാറുന്ന ഒരു ആവേശത്തിൽ ഞാൻ സംസാരിച്ചു. പ്രിൻസിപ്പളോട് ഞാൻ വിളിച്ചു പറഞ്ഞു, ഓ താങ്ക് യു സർ എന്ന് ഞാൻ പറഞ്ഞു. സഡൻലി ഐ ഫെൽറ്റ് ഗ്രേറ്റ്. പെട്ടെന്ന് ഞാൻ ഒരു ഗ്രേറ്റ് പേഴ്സൺ, ഒരു മഹാവ്യക്തിയായ പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഐ ഡിഡിൻ നോ അബൌട്ട് അഡ്രീനാലിൻ ഇൻ ദോസ് ഡേയ്സ്. അക്കാലത്ത് അഡ്രീനാലിൻ ഹോർമോണുകളെ കുറിച്ചൊന്നും എനിക്ക് അറിയുമായിരുന്നില്ല. അഡ്രീനാലിൻ എന്ന് പറഞ്ഞാൽ അഡ്രീനാലിൻ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ. പ്രത്യേകിച്ച് നമ്മുടെ ശരീരം ഏതെങ്കിലും ഭയം, അതല്ലെങ്കിൽ വളരെ വർദ്ധിച്ച ആവേശം, സന്തോഷം ഒക്കെ ഒരു ശക്തമായ ഒരു വികാരം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഹോർമോൺ. ഇതിനെക്കുറിച്ചൊന്നും അന്ന് എനിക്ക് അറിവില്ലായിരുന്നു. ബട്ട് ഐ ന്യൂ സംതിങ് വാസ് പമ്പിങ് ത്രൂ മീ. പക്ഷേ എനിക്ക് മനസ്സിലായി, എന്തോ ഒരു കാര്യം എൻ്റെ ഞരമ്പുകളിലൂടെ നീങ്ങുന്നതായിട്ട്, സഞ്ചരിക്കുന്നതായിട്ട്, പമ്പിങ് ത്രൂ മീ, എന്നിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. മേക്കിംഗ് മീ ഫീൽ ആസ് ടോൾ ആസ് ദ സ്കൈ. ആകാശത്തോളം ഞാൻ ഉയർന്നിട്ടുണ്ട് എന്ന് എന്നെ തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്നിൽ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ ഉണ്ടായി. ഐ വാണ്ടഡ് ടു യെൽ, ജംപ്, റൺ ദ മൈൽ, ഡു സംതിങ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ഒരു ആവേശം എന്നിൽ അപ്പോൾ ഉണ്ടായി. യെൽ, ആർത്ത് വിളിക്കുക. ജംപ്, ചാടി മറിയുക, ചാടി കളിക്കുക. റൺ ദ മൈൽ, ആ സ്ഥലത്ത് നിന്ന് തന്നെ രക്ഷപ്പെടുക. ഡു സംതിങ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രവർത്തിക്കുക. റൺ ദ മൈൽ എന്നുള്ളത് ഒരു ഇഡിയോമാറ്റിക് ഫ്രേസ് ആണ്. നമുക്ക് അമ്പരപ്പുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് മാറിപ്പോവുക എന്നൊക്കെ അർത്ഥം വരുന്ന. ഐ റാൻ ഔട്ട് സോ ഐ കുഡ് ക്രൈ ഇൻ ദ ഹാൾ വേർ ദർ വാസ് നോ വൺ ടു സീ മീ. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് തന്നെ ഓടി ഹാളിലേക്ക്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഉറക്കെ ഒന്ന് വിളിച്ച് കരയാൻ, അതല്ലെങ്കിൽ ഒരു ശബ്ദമുണ്ടാക്കി എൻ്റെ വികാരമൊന്ന് പ്രകടിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്ന ആളൊഴിഞ്ഞ ആ ഹാളിലേക്ക് ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മിസ്റ്റർ സ്മിത്ത് വിങ്ക്ഡ് അറ്റ് മീ ആൻഡ് സെഡ്. അന്നത്തെ ആ ദിവസം, സ്കൂൾ സമയം തീരാറാകുന്ന ആ ദിവസം സമയത്ത് എൻ്റെ അധ്യാപകൻ മിസ്റ്റർ സ്മിത്ത് എൻ്റെ നേരെ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ഹിയർ യു ആർ ഗെറ്റിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ദിസ് ഇയർ. ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് നിനക്ക് തന്നെ കിട്ടും എന്നാണ് ഞാൻ കേട്ടത് എന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. ഹിസ് ഫേസ് ലുക്ക്ഡ് ആസ് ഹാപ്പി ആൻഡ് ഇന്നസെന്റ് ആസ് എ ബേബീസ്. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കവും സന്തോഷം നിറഞ്ഞതുമായിട്ടുള്ള ഒരു മുഖം പോലെയായിരുന്നു മിസ്റ്റർ സ്മിത്തിന്റെ മുഖം എനിക്ക് അപ്പോൾ കാണപ്പെട്ടത്. ബട്ട് ഐ ന്യൂ ബെറ്റർ. എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാമല്ലോ. വിതൗട്ട് ആൻസറിങ് ഐ ഗവ് ഹിം എ ക്വിക്ക് ഹഗ് ആൻഡ് റാൻ ടു ദ ബസ്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ ഹഗ് ചെയ്തു, എംബ്രേസ് ചെയ്തു, ഒന്ന് ആലിംഗനം ചെയ്തു. എന്നിട്ട് റാൻ ടു ദ ബസ്, ഞാൻ എൻ്റെ ബസ്സിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം അഗൈൻ. ഈ പ്രാവശ്യവും വീട്ടിലേക്ക് നടക്കുമ്പോൾ ഞാൻ കരഞ്ഞു. ബട്ട് ദിസ് ടൈം ബിക്കോസ് ഐ വാസ് സോ ഹാപ്പി. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കരഞ്ഞത്, ഞാൻ വളരെയധികം സന്തോഷവതിയായിരുന്നു. അതൊരു സന്തോഷത്തിന്റെ കരച്ചിലായിരുന്നു. ഐ കുഡിന്റ് വെയിറ്റ് ടു ടെൽ ഗ്രാൻഡ് പാ ആൻഡ് റാൻ സ്ട്രൈറ്റ് ടു ദ ഫീൽഡ്. ഗ്രാൻഡ് പയുടെ സന്തോഷവാർത്ത പറയാൻ എനിക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരെ ചെന്ന്
ഗ്രാൻഡ്പ ജോലി ചെയ്യുന്ന ആ കൃഷിഭൂമിയിലേക്ക് തന്നെ പോയി. ഐ ജോയിൻഡ് ഹിം ഇൻ ദ റോസ് വേർ ഹി വാസ് വർക്കിംഗ്. ഗ്രാൻഡ്പ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ റോ, ചെടികൾക്കിടയിലുള്ള ആ വരികൾ, അതിൽ തന്നെ ഞാനും അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്തു ജോലിയിൽ. ആൻഡ് വിതൗട്ട് സേയിങ് എനിത്തിങ്, ഒന്നുമേ പറയാതെ, ഗ്രാൻഡ്പയോട് ഞാൻ ഒന്നും പറഞ്ഞില്ല, ഐ ക്രൗച്ച്ഡ് ഡൗൺ ആൻഡ് സ്റ്റാർട്ടഡ് പുള്ളിങ് അപ്പ് ദ വീഡ്സ് വിത്ത് മൈ ഹാൻഡ്സ്. ഞാനും അവിടെ കുനിഞ്ഞിരുന്നു കൊണ്ട് എൻ്റെ കൈകൾ കൊണ്ട് ആ കളച്ചെടികൾ, വൈൽഡ് പ്ലാന്റ് പറിച്ചെടുക്കാനും തുടങ്ങി. ക്രൗച്ച്ഡ് എന്ന് പറഞ്ഞാൽ കാൽമുട്ട് വളച്ച് കുനിഞ്ഞിരിക്കുക എന്നർത്ഥം. ഗ്രാൻഡ്പ വർക്ക്ഡ് അലോങ്സൈഡ് മീ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. ഗ്രാൻഡ്പയും എന്നോടൊപ്പം കുറച്ച് മിനിറ്റുകൾ ജോലി ചെയ്തു. ആൻഡ് ഹി ഡിഡ്ന്റ് ആസ്ക് വാട്ട് ഹാഡ് ഹാപ്പൻഡ്. പക്ഷെ അദ്ദേഹം എന്നോട് എന്തൊക്കെയാണെന്ന് സ്കൂളിൽ സംഭവിച്ചത് എന്നൊന്നും ചോദിച്ചില്ല. ആഫ്റ്റർ ഐ ഹാഡ് എ ലിറ്റിൽ പൈൽ ഓഫ് വീഡ്സ് ബിറ്റ്വീൻ ദ റോസ്, ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് ഫേസ്ഡ് ഹിം. ഒരു കൂട്ടം കളച്ചെടികൾ പറിച്ച് ആ റോസ് വരികൾക്കിടയിൽ കൂട്ടിയതിനു ശേഷം ഞാനും എഴുന്നേറ്റ് നിന്ന് ഗ്രാൻഡ്പയെ അഭിമുഖീകരിച്ചു. പൈൽ എന്ന് പറഞ്ഞാൽ എ ഹീപ്പ്, ഒരു കൂട്ടം, ഒരു കുന്ന്. കളച്ചെടികൾ പറിച്ച് ഒരു കൂട്ടം പോലെ ആ ചെടികൾക്കിടയിലുള്ള റോസ് വരികളിൽ, നിരകളിൽ ഞാൻ കൂട്ടിയതിനു ശേഷം എഴുന്നേറ്റ് നിന്ന് ഗ്രാൻഡ്പയെ ഞാൻ മീറ്റ് ചെയ്തു, ഫേസ് ചെയ്തു. എന്നിട്ട് ഗ്രാൻഡ്പയെ നോക്കി വളരെ സന്തോഷത്തോടു കൂടി ഞാൻ വിളിച്ചു പറഞ്ഞു, The principal set is making an exception for me, Grandpa, and I am getting the jacket after all. That's after I told him what you said. Grandpa, പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാര്യത്തിൽ അവർ ഒരു ഇളവ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് തന്നെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ പോകുന്നു എന്ന്. That is after I told him what you said. Grandpa, നിങ്ങൾ പറഞ്ഞത് ഞാൻ പ്രിൻസിപ്പലോട് പറഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടായത്. പ്രിൻസിപ്പൾക്ക് കാര്യം മനസ്സിലായത് ഗ്രാൻഡ്പ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴാണ്. അതുകൊണ്ടാണ് എൻ്റെ കാര്യത്തിൽ ഇളവ് തരാമെന്നും എനിക്ക് ജാക്കറ്റ് നൽകാമെന്നും ഒക്കെ അവർ സമ്മതിച്ചത് എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ ഗ്രാൻഡ്പയെ അറിയിച്ചു. ഗ്രാൻഡ്പ ഡിഡ്ന്റ് സേ എനിത്തിങ്. ഇതൊക്കെ കേട്ടിട്ടും ഗ്രാൻഡ്പ എന്നോട് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല. ഹി ജസ്റ്റ് ഗേവ് മീ എ പാറ്റ് ഓൺ ദ ഷോൾഡർ ആൻഡ് എ സ്മൈൽ. സ്നേഹത്തോടു കൂടി എൻ്റെ ചുമലിൽ ഒന്ന് തട്ടിക്കൊണ്ട്, ഒന്ന് തലോടിക്കൊണ്ട് എന്നോടൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. He pulled out the crumpled red handkerchief that he always carried in his back pocket. അദ്ദേഹം തൻ്റെ പാൻസിൻ്റെ ബാക്ക് പോക്കറ്റിൽ എപ്പോഴും കരുതിയിരുന്ന ചുരുട്ടിക്കൂട്ടിയ ഒരു റെഡ് ഹാൻഡ്കർച്ചീഫ് പുറത്തെടുത്തുകൊണ്ട് wiped the sweat off his forehead. അദ്ദേഹത്തിൻ്റെ മുഖത്ത്, അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ പൊടിഞ്ഞിരുന്ന വിയർപ്പ് തുള്ളികളെ അദ്ദേഹം തുടച്ചു നീക്കി. സ്വെറ്റ് മീൻസ് വിയർപ്പ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ബെറ്റർ ഗോ സീ ഇഫ് യുവർ ഗ്രാൻഡ് മദർ നീഡ്സ് എനി ഹെൽപ്പ് വിത്ത് സപ്പർ. നീ പോയിക്കോ, ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് പോയിട്ട് രാത്രി ഭക്ഷണത്തിന് എന്തെങ്കിലും സഹായം വേണോ എന്ന് നോക്ക്, കൂടുതൽ സംസാരിച്ച് നിൽക്കല്ലേ എന്ന രൂപത്തിൽ എന്നോട് പറഞ്ഞു. ഐ ഗേവ് ഹിം എ ബിഗ് ഗ്രിൻ. തമാശ രൂപത്തിൽ കളിയാക്കിക്കൊണ്ട് ഞാൻ ഒന്ന് പല്ലിളിച്ച് കാണിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് പോയി. ഹി ഡിഡിന്റ് ഫോൾ മീ. പക്ഷെ ഗ്രാൻഡ്പ എന്നെ കളിയാക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്തില്ല. ഐ സ്കിപ്ഡ് ആൻഡ് റാൻ ബാക്ക് ടു ദ ഹൗസ് വിസിലിംഗ് സം സിലി ട്യൂൺ. ഞാൻ വീട്ടിലേക്ക് പോകുന്നത് സ്കിപ്ഡ്, തുള്ളിച്ചാടിക്കൊണ്ടാണ്. ഏതോ ഒരു ട്യൂൺ, ഒരു സംഗീതവും മൂളിക്കൊണ്ട്, അത് വിസിലടിച്ചുകൊണ്ട് ഞാൻ വളരെ സന്തോഷവതിയായി വീട്ടിലേക്ക് ഓടി പോരുകയും ചെയ്തു. ഇത്രയുമാണ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ള ഈ കഥയുടെ വിശദീകരണങ്ങൾ. ഇവിടെ ഈ ഗ്രാൻഡ്പയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇദ്ദേഹം ഈ കഥയിൽ നാം അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം അദ്ദേഹം തൻ്റെ ബീൻ ഫീൽഡിൽ കർമ്മനിരതനാണ്. ഒരു ഫുൾ ടൈം ഫാമറെ പോലെ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ സന്തോഷത്തിൻ്റെ വാർത്ത കേട്ടപ്പോഴും തൻ്റെ ഗ്രാൻഡ് ഡോട്ടറുടെ ദുഃഖത്തിൻ്റെ വാർത്ത കേൾക്കുമ്പോഴും ഒന്നും അദ്ദേഹം ഓവർ എക്സൈറ്റഡ് ആകുന്നില്ല, കൂടുതൽ ഒന്നും പ്രതികരിക്കുന്നില്ല. അദ്ദേഹം വളരെ റിസർവ്ഡ് ആയിട്ടുള്ള, ഒരു ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതമായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം വിദ്യാഭ്യാസം കുറഞ്ഞ ഒരു കർഷകനാണ്. എന്നിരുന്നാലും ശക്തമായ ചില തീരുമാനങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് അദ്ദേഹം പ്രകടമാക്കിയിട്ടുണ്ട്.
മാർത്തയെ വിളിച്ചുകൊണ്ട് ഇഫ് യു പേ ഫോർ ദ ജാക്കറ്റ് ഇറ്റ് വിൽ നോട്ട് ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഈ കഥയുടെ ഗതി മാറ്റി തിരിച്ചത്. ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോഴൊക്കെ നാം ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള പ്രധാന പോയിന്റുകളാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.